ഇത് ചാപ്പനങ്ങാടി. ഈ കാണുന്ന പ്രധാന പാതയുടെ ഇരുവശങ്ങളിലുമായി കാണുന്നത് 2 വാർഡുകളാണ്. വാർഡ് 5-ഉം വാർഡ് 15-ഉം. കഴിഞ്ഞ 5 വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന വാർഡാണ് ഇപ്പോഴത്തെ 15-ാം വാർഡ്, അഥവാ പഴയ 14-ാം വാർഡ്. 5 വർഷത്തെ ഭരണ വികസനങ്ങൾ അന്വേഷിച്ച് 15-ാം വാർഡിലൂടെ നടന്നാൽ ആകെ കാണാൻ സാധിക്കുന്നത് ഈയൊരു കെട്ടിടമാണ്. പിന്നെ അല്പസ്വല്പം റോഡ് ഫണ്ടുകളും മറ്റുമായി ഏകദേശം 40 ലക്ഷം രൂപയുടെ മാത്രം പ്രവർത്തനങ്ങൾ. അന്ന് മത്സരിക്കുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാനായി പുറത്തിറക്കിയ 21 പ്രകടന പത്രിക ഇന്ന് വെറുമൊരു പ്രഹസന പത്രികയായി മാറിയിരിക്കുന്നു. അങ്കണവാടികൾ ഹൈടെക് ആക്കും, ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിക്കും, അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ്, വൃദ്ധജനങ്ങൾക്കായി പകൽ വീട് തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം പാഴായി. നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ലക്ഷം വീട് നവീകരണവും മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും പ്രവാസികൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയും 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുമൊക്കെ എവിടെയെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അതേസമയം UDFന്റെ വികസന പ്രവർത്തനങ്ങളുടെ മാതൃകാഭൂമിയായ 5-ാം വാർഡിൽ മെമ്പർ VC കുഞ്ഞാൻ കാഴ്ചവെച്ചത് 3,16 ലക്ഷം രൂപയുടെ വിപ്ലവകരമായ വികസനങ്ങളാണ്. ഇത് 12.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിം പാർക്ക്, ചാപ്പനങ്ങാടി GMLP സ്കൂൾ കെട്ടിടത്തിന് 1,17 ലക്ഷം, വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിന് 55 ലക്ഷം, പഞ്ചായത്ത് ആരോഗ്യ ഉപകേന്ദ്രത്തിന് 55 ലക്ഷം, വിവിധ റോഡുകളുടെ നവീകരണം. ഈ ലിസ്റ്റ് നീളുകയാണ്. ദീർഘകാലമായി UDF ഭരിക്കുന്ന ഈ വാർഡിൽ ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും സാമൂഹ്യ സേവന കേന്ദ്രങ്ങളും നിങ്ങൾക്ക് കാണാനാവും. ഈ കാഴ്ച നോക്കൂ. ഒരു പൗരന് ആവശ്യമായ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ കാഴ്ച നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും കാണാനാകുമോ? മർഹൂം ആലി ബാപ്പു ഹാജി എന്ന ആധുനിക ചാപ്പനങ്ങാടിയുടെ ശില്പിയായ മഹാമനുഷ്യന്റെ ദീർഘവീക്ഷണവും ധിഷണയുമാണ് ഈ കാഴ്ചയുടെ കാരണം. അദ്ദേഹം വിശാലമായ തന്റെ സ്ഥലവും സമ്പത്തും നാടിന്റെ പുരോഗതിക്ക് വേണ്ടി സൗജന്യമായി നൽകി. അവിടെയാണ് നിങ്ങൾ ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും ഒരു വോട്ട് കാലം നമുക്ക് മുമ്പിലെത്തുമ്പോൾ ആലി ബാപ്പു ഹാജിക്കും നമ്മോട് പറയാനുണ്ട്. കേൾക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഖമെന്ന് കരുതുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമായി. നമ്മുടെ നാട് ഇനിയും പുരോഗതിയിലേക്ക് തന്നെ പോകണം. അതിന് ഏറ്റവും മികച്ച ആളുകളെ തന്നെയാണ് ഇപ്രാവശ്യം നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 15-ാം വാർഡിൽ പറ്റിയ അബദ്ധം ഇനി സംഭവിച്ചുകൂടാ. എന്റെ പിൻഗാമികളാണ് സാഹിയും ബഷീറും. 15-ാം വാർഡിലാണ് ബഷീർ, 5-ാം വാർഡിൽ നമ്മുടെ സാഹിയും. അവരെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ നാടിനെ അവർ നയിക്കട്ടെ.